ഇന്ന് പകൽക്കാലം ദൈവത്തെ ശ്രദ്ധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിലേക്ക് നോക്കുവാൻ ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലെ, നീ അവന്റെ വസ്ത്രത്തിലെ തൊങ്ങലിട്ട ഇന്ന് പകലിൽ നീ അറിയാത്തൊരു ശക്തി നിന്റെ പേര് ഇന്ന് പകലിൽ സ്വർഗമായിരിക്കും. അതിന്റെ വിഷയത്തിന്റെ വിടുതലാണ്. യേശുവിന്റെ അടുക്കലേക്ക് ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നിന്നെ തൊട്ടത്. ഇന്ന് പകലിൽ പലരും അവൻ വേർപെട്ട കൂട്ടങ്ങളിലൊക്കെ വന്ന് പുറകിലൊക്കെ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് സമൂഹത്തിന് മുമ്പിൽ വന്ന് ഞാനാണ് ആ വിടുതൽ പ്രാപിച്ചത് പറയാൻ ലജ്ജിക്കുമ്പോൾ ആ സ്ത്രീ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ യോഗത്തിൽ വന്നതുകൊണ്ട്, ഈ സഭയിൽ വന്നതുകൊണ്ട്, ഈ കൂട്ടായ്മ വന്നതുകൊണ്ട്, ഈ കൺവെൻഷൻ വന്നതുകൊണ്ട്, ഈ സഭായോഗത്തിൽ വന്നതുകൊണ്ട് എനിക്കിന്ന് പകലൊരു വിടുതലായിരുന്നു. ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു, ദൈവം എന്നെ തൊട്ടു, അവന്റെ ശക്തി ഞാൻ അറിഞ്ഞു. ഞാനാണ് സ്ത്രീ സൗഖ്യമാകുവാൻ ഓടി വന്ന വസ്ത്രത്തിന്റെ തൊകയിൽ തൊട്ടത് ഞാനാ. ലോകത്തിൽ ഒത്തിരി വർഷങ്ങളായി, ഏറിയ നാളുകളായി, ഏറിയ ആണ്ടുകളായി, ഏറിയ വൈദ്യന്മാരാൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയാതിരുന്ന ഒരു വിഷയത്തിന് എനിക്കിന്ന് പകൽ ഒരു വിടുതൽ പ്രാപിക്കാനിടയായി. ആ വിടുതലാണ് ഇന്ന് പകൽ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിൽക്കുന്നത്. യേശു ഈ സ്ത്രീയെ സൗഖ്യമാക്കി വീണ്ടും യായിറോസിന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു. പത്രം അങ്ങനെ യേശുവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആമേൻ ഒരുപക്ഷെ പെട്ടെന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലത്തെക്കാൾ പ്രതികൂലമാണ് ഇന്ന് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരാൾ വന്നു, നീ ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞു മരിച്ചുപോയി. ഇന്ന് പകലിൽ യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ, യേശുവിനോട് നടക്കാൻ തുടങ്ങുമ്പോൾ വീട്ടുകാരും ചാർച്ചക്കാരും നാട്ടുകാരും എല്ലാം പറഞ്ഞ് അവരോട് നടക്കണ്ട. അവൻ ഇന്നലെ അതിലില്ലാത്തൊരു പ്രതികൂലം ഇന്ന് നിനക്ക് പുതിയതായിട്ട് ആരംഭിക്കുകയാണ്. നീ യേശുവിനോട് ഇറങ്ങി തിരിച്ചപ്പോൾ കൊച്ചിന് സകല ജീവനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച സമയം മുതൽ നീ അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രതികൂലം വീട്ടിൽ ആരംഭിച്ചു. അത് വലിയ ശക്തിയേറിയ പ്രതികൂലമായി മാറി. അവൻ കുഞ്ഞു മരിച്ചു പോയി. യേശു അവർക്ക് കാര്യമാക്കിയില്ല. ദൈവത്തിലെ എൻ്റെ യേശു നിന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, എൻ്റെ യേശു അതിൻ്റെ കൂടെ നടക്കുന്നെങ്കിൽ, യേശു അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നെങ്കിൽ, നീ അവൻ്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ ലോകത്തിൽ ഒന്നിനെയും പേടിക്കരുത്. എൻ്റെ യേശു സൗഖ്യത്തിന് ദൈവമാണ്. നിന്റെ വീട്ടിൽ മരണമല്ല, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചു എന്ന് ഓർത്ത് നീ വ്യാകുലപ്പെടണം. നിന്റെ വീട്ടിനകത്തും അലമുറയിട്ട് കരയുന്ന ആരവാര കൂട്ടത്തെ പുറത്താക്കാൻ കഴിയുന്ന നസറേയനാഥിന്റെ കൂടെ വരുന്നത്. അവനാണ് സൗഖ്യത്തിന്റെ ധാരാവ്, അവനാണ് ദൈവസഭയുടെ അധ്യക്ഷൻ, അവനാണ് പുതിയ ദൈവസഭയുടെ മധ്യസ്ഥൻ, അവനാണ് പുതിയ ദൈവസഭയുടെ ഉടമസ്ഥൻ, അവനാണ് ദൈവസഭയ്ക്ക് വേണ്ടി വില കൊടുത്തവൻ. ആ വില കൊടുത്തവന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. ആ വില കൊടുത്തവന് നിന്നെ ഉയർത്താൻ കഴിയും. ആ വില കൊടുത്തവന് നിന്നെ വിടുവിക്കാൻ കഴിയും. ആ വില കൊടുത്തവന് നിന്നെ ഉദ്ധരിക്കാൻ കഴിയും. അവൻ ലോകത്തിലെ ഏത് പ്രതികൂലത്തെയും അവൻ ജയിച്ചവനാണ്. അവൻ ലോകത്തെ ജയിച്ചവനാണ്. അവൻ മുഴു ലോകത്തിന്റെയും അധിപതിയാണ്. അവൻ മുഴു ലോകത്തെയും ജയിച്ചവനാണ്. സ്വർഗ്ഗങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും സകല മുഴങ്കാലും അടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാകിയ ആ നാമം അവൻ വിജയത്തിന്റെ നാമമാണ്. ആ നാമം സൗഖ്യത്തിന്റെ നാമമാണ്. ആ നാമം അധികാരത്തിന്റെ നാമമാണ്. ആ നാമം വിടുതലിന്റെ അവൻ നാമമാകിയ ആ നാമത്തിൽ ആശ്രയിക്കുന്ന ദൈവമേ, നിന്റെ വീട്ടിനകത്ത് വിടുതൽ നടത്താൻ സ്വർഗ്ഗകാലം നിന്റെ കൂടെ വന്നിട്ടുണ്ടോ? അവൻ നിന്നെ സൗഖ്യമാക്കുന്ന, അവൻ നിന്നെ വിടുവിക്കുന്ന, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നിന്റെ ജോലിയുടെ വിഷയത്തിൽ, നിന്റെ ബിസിനസിന്റെ വിഷയത്തിൽ, നിന്റെ സഭയുടെ വിഷയത്തിൽ, നിന്റെ കുടുംബങ്ങളുടെ വിഷയത്തിൽ, ഏത് പ്രതികൂലത്തിൽ സകലത്തിലും വിടുവിപ്പോൾ ശക്തരായി ഒരുത്ത് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ ഉയർത്തുന്ന ദൈവമാണ്. അവൻ ഉദ്ധരിക്കുന്ന ദൈവമാണ്. അവൻ വിടുവിപ്പോൾ ശക്തനായ ദൈവമാണ്. അവന് കഴിയാത്തൊരു കാര്യവുമില്ല. ലോകത്തിൽ ആർക്കും വേണ്ട എന്ന് പറഞ്ഞു അവൻ നയപ്രമാണത്തിനകത്ത് നിന്നും അവൻ നയപ്രമാണം വിലക്കി വെച്ച ജാതികളായി എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ കൃപയുടെ സ്നേഹം ഇറങ്ങി വരുവാനിടയായി. 38 വർഷമായി ആ ഒരു കുളത്തിനകത്ത് ആ ഒരു ദൂതനിറങ്ങി വെള്ളം കലക്കി കണ്ട മുമ്പോട്ട് പോയ കാലത്ത് 38 വർഷമായിട്ടും
സൗഖ്യമാകാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ആ ക്രൂശിന്റെ സ്നേഹം ഇറങ്ങി വന്നു. കുഞ്ഞ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? 7 വർഷമായിട്ട് എങ്ങനെ കിടക്കുന്നു? 7 ആണ്ടുകളായല്ലോ ഈ കുളത്തിന്റെ കരയിൽ. ഈ വെള്ളം ഇത്രയും പ്രാവശ്യം കലങ്ങിയിട്ടും ഇത്രയും പ്രാവശ്യം ദൂരങ്ങൾ വന്നിട്ടും നിനക്ക് സൗഖ്യമാകാൻ കഴിഞ്ഞില്ലല്ലോ. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചിറങ്ങി വന്ന ആ ക്രൂശിന്റെ സ്നേഹം. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ, അന്ന് 1-ാം ദിവസം ദൂരം ഇറങ്ങി ആദ്യ ദിവസം തന്നെ എനിക്ക് സൗഖ്യമാകണമെന്നുണ്ടായിരുന്നു. എന്നാൽ എന്നെ ഈ വെള്ളത്തിൽ ഇറക്കുവാൻ എനിക്കാരുമില്ല. എനിക്ക് കുളത്തിനകത്തേക്ക് ഇറങ്ങാൻ ആശയമുണ്ടായത്, പക്ഷേ എനിക്ക് ആ കുളത്തിനകത്ത് ഇറങ്ങാൻ കഴിയില്ല. എനിക്കതിന് ശക്തിയില്ല, എനിക്കത് കഴിയില്ല, എനിക്ക് സഹായിപ്പാൻ എനിക്കാരുമില്ല. യേശു പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കുക. ലോകത്തിലാർക്കും കഴിയാത്ത 7 വർഷങ്ങൾ, 7 മാസങ്ങൾ, 7 ആണ്ടുകൾ ജീവിത പടകിൽ, ആ വിശ്വാസ പടകിൽ കർത്താവിന് വേണ്ടി ഓടാൻ ഇറങ്ങി തിരിച്ചത്. എന്നാൽ മുന്നേറാൻ കഴിയാതെ, ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ, ജീവിതത്തിൽ പരാജയപ്പെട്ടു, തോൽവി സംഭവിച്ചു. എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഭരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സൗഖ്യമാകാൻ കഴിയുന്നില്ല, നീ അല്ലാതെ മറ്റാരും എന്നെ വെളിയിൽ പോകില്ല എന്ന് പറഞ്ഞ് വിധി പറയുന്ന ഇടത്ത് സർവശക്തനായ ദൈവത്തിന്റെ കൈ സ്വർഗത്തിന്റെ ദൈവം നീട്ടിയിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കിടക്കരുത്, നടക്കുക. ആ കൃപയുടെ കർത്താവ് ഇന്ന് പകലിന്റെ കരയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പകൽ യേശു ആ വീട്ടിലേക്ക് വരുമ്പോൾ വീട് വലിയ കരച്ചിൽ കേൾക്കുകയാണ്. യേശുവിന്റെ കല്യാണ വീട്ടിലേക്ക് വന്നപ്പോൾ യേശുവിന്റെ അമ്മ ഒരിക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്കൊരു കാര്യം അറിയാമോ? ഈ വീടിന്റെ ഉടമസ്ഥൻ വീടിനകത്ത് ഞരങ്ങുകയാണ്. കാരണം അവന്റെ വീട്ടിലെ വീഞ്ഞ് തീർന്നിട്ടുണ്ട്. അവൻ കുടുംബത്തിനകം കത്തുന്നവൻ അവൻ അറിയിച്ചു. അവൻ ഉള്ളിന്റെ ഉള്ളറയ്ക്കകത്ത് അവൻ വീഞ്ഞ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ വിരുന്നുവാദികളെ വിളിച്ചു വരുത്തിയിട്ട്, വിരുന്നിനായ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട്, കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു ശൂന്യതയെ നോക്കിക്കൊണ്ട് അവൻ ഉള്ളിൽ നീറുമ്പോൾ യേശു പറഞ്ഞു, എന്റെ നാഴിക വരുമ്പോൾ ഞാൻ എഴുന്നേൽക്കും, എന്റെ നാഴിക വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രവർത്തിക്കും. ഞാൻ അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ വീടിനകത്തേക്ക്, നിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ നീ ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ കഴിയാതെ അവൻ ഒരുപക്ഷെ വേഷം കൊണ്ടോ നടപ്പ് കൊണ്ടോ ചിരി കൊണ്ടോ പലതും നീ മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ, നിന്റെ വീടിനകത്ത് കത്തുന്ന, നീ തലറിയുന്ന സർവശക്തനായ ദൈവം ഉള്ളിന്റെ ഉള്ളറകളെ വേദനയേറിയ കർത്താവ് നിന്റെ ഭരണിക്കകത്തു നിന്ന്, നിന്റെ കലവറക്കകത്തു നിന്ന് അവൻ വീട് തീർന്നത് അറിയുന്ന സ്വർഗം സമയമാകുമ്പോൾ അവൻ എഴുന്നേൽക്കും. കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് നിന്റെ കലവറക്കകത്തേക്ക് കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ ഇന്ന് പകൽക്കാലം അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ വീട്ടിനകത്ത് അത്ഭുതം ചെയ്യാം, നിന്റെ തലമുറയിൽ ഒരു അത്ഭുതം ചെയ്യാം, നിന്റെ കുഞ്ഞിന്റെ വിവാഹ ജീവിതത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങളുടെ അവൻ വിവാഹത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവമാണ്. അവൻ ഇറങ്ങി വന്നു, കൽപാത്രങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക. പഴയത് തീർന്നപ്പോൾ, പഴയ നിയമത്തിന് അവസാനം വന്നപ്പോൾ, ആമേൻ, പഴയ ദീനിന് അവസാനം വന്നപ്പോൾ, പഴയ തുരുത്തിയുടെ അവസാനം വന്നപ്പോൾ കൃപ വിളിച്ചു പറഞ്ഞു, പുതിയ വീഞ്ഞ് കൽപാത്രങ്ങളിൽ നിറയ്ക്കുക. നയപ്രമാണത്തിന്റെ ചട്ടമനുസരിച്ച് കൽപാത്രങ്ങളെ ഒന്നും അവയെ കലവറയ്ക്കകത്ത് വെക്കത്തില്ല. നയപ്രമാണ ചട്ടമനുസരിച്ച് അവയെ യഹൂദനെ കാല് കഴുകുവാൻ പുറത്ത് വെള്ളം നിറയ്ക്കുന്ന കൽപാത്രങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, യഹൂദൻ ജാതി എന്ന് പറഞ്ഞ് ലോകം അവൻ ലോകജാതി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുടെ സ്നേഹം ഈ കരയിലേക്ക് വന്നിട്ട് എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് പറഞ്ഞു, ഇവനെ വെള്ളം നിറയ്ക്കുക, ഈ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കുക, അത് കലവറയ്ക്കകത്ത് കയറ്റി വെക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നയപ്രമാണ ചട്ടമനുസരിച്ച്, നയപ്രമാണ വിധിയനുസരിച്ച് ജാതികളെന്ന് പറഞ്ഞ്, പുറജാതികളെന്ന് പറഞ്ഞ്, നീ യഹൂദനല്ലെന്ന് പറഞ്ഞ്, നീ യഹൂദനല്ല, നീ ഇസ്രായേലല്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞിടത്തേക്ക് ഒരു പുതിയ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരായ ദൈവത്തിന്റെ പുത്രൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തേക്ക് ഇറങ്ങി വന്നു. അവൻ എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ, അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മറുപടി കൊടുക്കുവാൻ അവന്റെ രക്തം നമുക്ക് വേണ്ടി അവൻ ഊറ്റി തന്നു. ആ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാ. അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് മാത്രമല്ല, അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ സൗഖ്യത്തിന്റെ ദൈവമാണ്, അവൻ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ ഉയർത്തുന്ന ദൈവമാണ്, അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാം.